പ്രിയരെ, സ്നേഹവന്ദനം. നമ്മുടെ വിഷയം യേശു കർത്താവ് ഒരു മനുഷ്യനെ പോലെ ഭൂമിയിൽ എങ്ങനെ ജീവിച്ചു എന്നുള്ളതിനെ കുറിച്ചാണ്. ഒരു അച്ഛൻ പങ്കുവച്ച ചില മനുഷ്യരുടെ സംശയങ്ങൾക്കുള്ള മറുപടിയുടെ ഒരു തുടർച്ചയായിട്ടാണ് ഞാനിത് പങ്കുവെക്കുന്നത്. ആദ്യമേ ഞാൻ പറയട്ടെ, യാതൊരു മനുഷ്യനും ഭൂമിയിൽ ജീവിക്കുന്ന മാനസിക ശാരീരിക സ്വഭാവങ്ങൾക്കനുസരിച്ചല്ല യേശു കർത്താവ് ഭൂമിയിൽ ജീവിച്ചത്. അതായത് മനുഷ്യരിൽ കാണുന്ന ലൈംഗിക വികാരങ്ങളോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരു കാര്യങ്ങളുമോ യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്നില്ല. കാരണം അവിടുന്ന് ആത്മാവിനാൽ ജനിച്ച ആത്മാവാണ്. ജഡത്താൽ ജനിച്ച ജഡങ്ങളായ മനുഷ്യർ, അതായത് ഭൂമിയിൽ കാണുന്ന മനുഷ്യരെല്ലാവരും തന്നെയും സർവസമ്പൂർണതയോടും കൂടി പിശാചിൻ്റെ പ്രവൃത്തികളെ ദേഹത്തിൽ കാണിച്ചു കൊടുക്കുന്നവരാണ്. നമ്മുടെ ആനുകാലിക സംഭവങ്ങളെല്ലാം അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. എങ്കിലും നന്മ തിന്മകളുടെ തിരിച്ചറിവിൽ ജീവിക്കുന്ന കുറേ മനുഷ്യർ ഇവിടെ ഉണ്ടെന്നുള്ളതും ഓർക്കുന്നു. എന്നാൽ യേശു കർത്താവാകട്ടെ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയോടും കൂടി ഭൂമിയിൽ ജീവിച്ച ഒരു മനുഷ്യനാണ്. തുടർന്നുള്ള ഭാഗത്തിൻ്റെ കേൾവിക്കായിട്ട് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. പ്രിയരെ, ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം വീണ്ടും നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ മുൻപ് അവതരിപ്പിച്ച അല്ലെങ്കിൽ പങ്കുവച്ച വീഡിയോയുടെ പൂർണ്ണ രൂപത്തിലേക്ക് കടക്കുകയാണ്. എൻ്റെ പ്രിയ കേൾവിക്കാരെ, ഞാൻ ഈ വീഡിയോ മുഴുവൻ ശ്രദ്ധിക്കുവാനായിട്ട് ഒരിക്കൽ കൂടി ഉത്സാഹിപ്പിക്കുന്നു. നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് പങ്കുവയ്ക്കുവാനായിട്ട് തുടങ്ങിയിരുന്നു. എന്നാൽ അത് പൂർണ്ണമായിട്ട് നിർവഹിച്ചില്ല. അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയിലാണ് ഞാൻ ഈ ഭാഗം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഞാൻ പറഞ്ഞു, മുസ്ലിം സഹോദരങ്ങളുടെ കൂടാതെ നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളുടെ ചോദ്യത്തിന് ഉള്ള മറുപടി എന്ന വണ്ണമാണ് ഒരു അച്ഛൻ ഒരു വീഡിയോ പങ്കുവയ്ക്കുവാനിടയായത്. ആ വീഡിയോ ഞാൻ സസൂക്ഷ്മം ശ്രദ്ധിച്ചപ്പോൾ അല്പകാര്യങ്ങൾ അതിൽ അഭിപ്രായം പറയണമെന്ന് എൻ്റെ ഉള്ളം എന്നോട് വാദിക്കുകയുണ്ടായി. അതിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, യഹോവ സകലവും തൻ്റെ ഉദ്ദേശ്യത്തിനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. ഓരോ സൃഷ്ടികളെ നാം എടുത്ത് പരിശോധിച്ചാലും സൃഷ്ടികളിലെല്ലാം തനിമയുള്ള സ്വഭാവ സവിശേഷതകൾ കാണാനായിട്ട് കഴിയും. നമ്മൾ ഏത് സൃഷ്ടിജാലങ്ങളെ എടുത്താലും ഒന്നിൻ്റെ സ്വഭാവം മറ്റൊന്നിനോട്, അല്ലെങ്കിൽ ആന്തരിക ഘടന, ശാരീരിക ഘടന മറ്റൊന്നിനോട് തീർത്തും തുല്യതയിൽ താരതമ്യം ചെയ്യുവാൻ കഴിയുന്ന ഒന്നല്ല. ഓരോ ജീവികൾക്കും ഓരോരോ സ്വഭാവങ്ങളാണ് ദൈവം കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്രകാരം ഇരിക്കെ ഭൂമിയിലെ മനുഷ്യരിലേക്ക് നാം ശ്രദ്ധ തിരിക്കുകയാണെങ്കിൽ, മനുഷ്യരിലും നമുക്കറിയാം വിവിധങ്ങളായിട്ടുള്ള ശാരീരിക ഘടനയുള്ള മനുഷ്യരെ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. അവരുടെ മാനസിക തലവും വ്യത്യസ്തങ്ങളാണെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. ഇതെല്ലാം എങ്ങനെയാണ് നിശ്ചയിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ദൈവം തന്നെയാണെന്നാണ് അതിൻ്റെ ഉത്തരം. നമുക്കറിയാം, മനുഷ്യ കുലത്തിൽ സ്ത്രീ, പുരുഷൻ എന്നിവരാണ് നാം പൊതുവെ കാണുന്നത്. എന്നാൽ നാം അറിയുന്നതായിട്ട് ഭിന്നലിംഗക്കാർ എന്ന പേരിലും മനുഷ്യർ ജീവിച്ചിരിപ്പുണ്ട്. പെട്ടെന്ന് നമുക്ക് അവരെ തിരിച്ചറിയാനായിട്ട് കഴിയില്ല. അവരുമായിട്ട് സംസാരിക്കുമ്പോഴാണ് അവരുടെ ശാരീരിക മാനസിക തലങ്ങൾക്കുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇത് ഒരു ന്യൂനപക്ഷമായിരിക്കാം, എങ്കിലും അത്തരത്തിലുള്ള മനുഷ്യരും ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇനി നമുക്ക് നമ്മുടെ ശാരീരിക അവസ്ഥയെ പരിശോധിക്കുകയാണെങ്കിൽ, അതായത് ശാരീരികവും മാനസികവുമായിട്ടുള്ള അവസ്ഥയെ പരിശോധിക്കുകയാണെങ്കിൽ, ഇത് ആരംഭിച്ചിട്ടുള്ളത് ഏദൻ തോട്ടത്തിൽ ജീവിച്ചിരുന്ന ആദാം ഹവ്വ ദമ്പതികളിലൂടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആദാം ഹവ്വ ദമ്പതികൾ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അവർ വലുപ്പത്തിൽ പൂർണ്ണതയുള്ളവരായിരുന്നു. എങ്കിലും ഏദനിൽ അവർ
വസ്ത്രം ധരിച്ചിരുന്നതായോ ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നതായോ നമുക്ക് കാണാനായിട്ട് കഴിയില്ല. ഏദൻ തോട്ടത്തിൽ ദൈവം അവർക്ക് സന്താന സമൃദ്ധി എന്ന വാഗ്ദത്തം നൽകുന്നുണ്ട് എങ്കിലും സന്താന സമൃദ്ധിയുള്ളവരായി ഭൂമിയിൽ പെരുകി നിറഞ്ഞ് വാഴുവാനുള്ള അധികാരം വാഗ്ദത്തമായിട്ട് നൽകുന്നുണ്ടെങ്കിലും ആ കാര്യം ഏദൻ തോട്ടത്തിൽ സംഭവിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെ എപ്പോഴാണ് ആദാം തൻ്റെ ഭാര്യയെ അറിയുവാനിടയായത് എന്ന് ചോദിച്ചാൽ, ദൈവം അവർക്ക് നൽകിയിരുന്ന കൽപ്പന ലംഘിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇപ്രകാരമുള്ള ഒരു അവസ്ഥ മനുഷ്യരിലേക്ക് കടന്നു വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതായത് പാപവുമായിട്ട് ഉള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ പാപത്തിൻ്റെ അടിമത്തത്തിൽ മനുഷ്യൻ ആയതിനു ശേഷമാണ് ശാരീരിക പ്രക്രിയയിലൂടെ മനുഷ്യർക്ക് ജന്മം നൽകുക എന്നുള്ള ഒരു രീതി മനുഷ്യരിൽ കടന്നു വരുവാൻ ഇടയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദൈവ പദ്ധതിയുടെ പൂർത്തീകരണം മനുഷ്യൻ ഇപ്രകാരം പാപത്തിൽ അടയ്ക്കപ്പെട്ടതിന് ശേഷം സംഭവിക്കട്ടെ എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. തിരുവെഴുത്ത് നമ്മൾ വായിക്കുമ്പോൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അതിനെക്കുറിച്ച് അതിൻ്റെ 3-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകിയിരുന്നെങ്കിൽ അത് ജീവന് ആധാരമാകുമായിരുന്നു. എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശുക്രിസ്തുവിങ്കിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് എല്ലാവരെയും പാപത്തിൻ കീഴടച്ചു കളഞ്ഞു. അങ്ങനെ തിരുവചനം നമ്മൾ പരിശോധിക്കുമ്പോൾ എല്ലാ മനുഷ്യരും പാപത്തിൻ കീഴിൽ അടയ്ക്കപ്പെട്ടവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മനുഷ്യൻ തൻ്റെ ഇച്ഛാസ്വാതന്ത്ര്യത്തിൽ ഏദനിൽ വെച്ച് മനഃപൂർവ്വമായിട്ട് പാപം ചെയ്തു എന്നാണ് അനേക ക്രിസ്തീയ വിഭാഗങ്ങൾ ഇന്ന് പഠിപ്പിച്ചു വരുന്നത്. അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് മനുഷ്യൻ ഇന്ന് പാപം ചെയ്യുന്നത് എന്നും പഠിപ്പിച്ചു വരുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ലക്ഷ്യം തിരുവചനത്തിൽ നിന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് മറ്റൊരു കാര്യമാണ്. അതായത് മനുഷ്യൻ മനസ്സിലാക്കിയിരിക്കുന്നതിന് നേർവിപരീതമായ ഒരു കാര്യം. അതായത് ദൈവം തൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ആദാം ഹവ്വ ദമ്പതികളെ പാപത്തിൽ അടയ്ക്കുകയായിരുന്നു. ഇപ്രകാരം ദൈവം ചെയ്ത ഈ പ്രവൃത്തിയിൽ നിന്ന് തന്നെയാണ് ദൈവം തന്നെ മനുഷ്യനെ വീണ്ടെടുക്കുന്നതും. ദൈവം അടച്ചു കളഞ്ഞു എന്ന് നാം പറയുമ്പോൾ ദൈവം തന്നെ വീണ്ടെടുപ്പ് നിർവഹിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് യഹോവയായ ദൈവം മുറിവ് ഉണ്ടാക്കുന്നവനും മുറിവ് കെട്ടുന്നവനുമാണ്. അതായത് മുറിപ്പെടുത്തുന്നവനും സൗഖ്യം വരുത്തുന്നവനുമായ ഒരു ദൈവത്തെയാണ് നമുക്ക് വചനത്തിൽ കാണാനായിട്ട് കഴിയുക. ഇപ്രകാരം ദൈവത്തിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പാപത്തിൽ അടയ്ക്കപ്പെട്ട ആദാം ഹവ്വ ദമ്പതികൾ പിന്നീട് ഭൂമിയിലുള്ള ജീവിതത്തിൽ ആദാം തൻ്റെ ഭാര്യയെ അറിഞ്ഞു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ അറിവിലൂടെ ആണ് സന്താന ഉൽപാദനം എന്ന് പറയുന്ന കാര്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ സന്താന ഉൽപാദനത്തിന് വേണ്ടിയിട്ടുള്ള ഈ പ്രത്യേക കാര്യം പാപം ചെയ്തതിന് ശേഷം ലഭിച്ചിട്ടുള്ള ഒരു അറിവാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇപ്രകാരമുള്ള ഒരു അറിവിലേക്ക് മനുഷ്യൻ കടന്നു പോകണം എന്നുള്ള മുൻ നിർണയമാണ് മനുഷ്യൻ്റെ ശാരീരിക അവസ്ഥയിൽ ഇപ്രകാരമുള്ള കാര്യങ്ങൾ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ശാരീരികമായി ബന്ധപ്പെടുക എന്ന് പറയുന്നത് പാപം ചെയ്തതിന് ശേഷം മനുഷ്യനിൽ വന്നിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷതയാണ്. എന്നാൽ യേശു കർത്താവ് ഭൂമിയിലേക്ക് വരിക എന്നുള്ളത് മറ്റൊരു ലക്ഷ്യത്തോടു കൂടിയാണ്. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കുന്നത് കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. അതെ, മനുഷ്യനെ സംബന്ധിച്ചിട്ടുള്ള ലക്ഷ്യവും യേശു കർത്താവിനെ സംബന്ധിച്ചിട്ടുള്ള ലക്ഷ്യവും വ്യത്യസ്തമാണ്. മനുഷ്യൻ അകപ്പെട്ടിരിക്കുന്ന പാപത്തിൽ നിന്ന് അവനെ രക്ഷിക്കുവാനായിട്ടാണ് യേശു കർത്താവ് ഭൂമിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ യേശുവിനെ മനുഷ്യരൂപത്തിലാണ് ഭൂമിയിൽ കാണപ്പെട്ടത്. പെട്ടെന്ന് യേശുവിനെ കാണുന്നവർ യേശുവും സാധാരണ ഒരു മനുഷ്യനെ പോലെ ജഡത്തിൽ തന്നെ ജീവിക്കുന്ന ഒരാളാണെന്ന് ചിന്തിക്കുക സ്വാഭാവികം മാത്രം. ഇപ്രകാരമുള്ള ഒരു ധാരണയിൽ നിന്ന് അങ്ങനെ പഠിപ്പിക്കുന്നവർ പോലുമുണ്ട്. അതായത് അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി പുസ്തക രൂപത്തിലും ഇൻ്റർനെറ്റിലും ഒക്കെ പ്രദർശിപ്പിച്ചിട്ട് അങ്ങനെ ഒരു ഉപദേശം നൽകിയിട്ട് യേശു ജീവിച്ചതുപോലെ മനുഷ്യൻ ജീവിക്കുവാൻ പഠിപ്പിക്കുന്ന ക്രിസ്തീയ സമൂഹവും ഇവിടെ ഉണ്ട്. എന്നാൽ യേശു കർത്താവ് വന്നത് മറ്റൊരു ലക്ഷ്യത്തിനാകുമ്പോൾ ലൈംഗികതയിലൂടെ മക്കളെ ഉൽപ്പാദിപ്പിക്കുക, അതായത്
പാപം ചെയ്തതിന് ശേഷം ലഭിച്ച ഈ പ്രത്യേക കഴിവ് യേശുക്രിസ്തുവിൽ കാണുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അങ്ങനെയൊന്ന് സംഭവിക്കുകയില്ല. ഇനി മറ്റൊന്ന്, യേശു കർത്താവിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യോഹന്നാൻ എഴുതിയ 8-ാം അധ്യായം 13-ാം അധ്യായം എന്നിവയിലൂടെ ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. യേശു കർത്താവ് തന്നെ പറയുന്നത്, മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ളവനാണ്, അവിടുന്ന് മേലിൽ നിന്നുള്ളവനാണ്. മേലിൽ നിന്നുള്ളവന് മനുഷ്യൻ്റെ സ്വഭാവം കാണുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി മറ്റൊരിടത്ത് 13-ാം അധ്യായത്തിൽ യേശു ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. അത് ദൈവം തൻ്റെ സർവ്വസമ്പൂർണതയോടും കൂടി ഒരു മനുഷ്യനിൽ വസിക്കുക എന്നുള്ളത് വളരെ അതിശയകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, ഭൂമിയിൽ യേശു കർത്താവ് ഒരു മനുഷ്യനായിട്ടാണ് ജീവിച്ചത്. തൻ്റെ ജീവിത മാർഗങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടുന്ന് മരപ്പണി ചെയ്തിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അവിടുന്ന് തൻ്റെ പിതാവായ ജോസഫിനോടൊപ്പം നല്ലൊരു കുടുംബ ജീവിതം അഭ്യസിച്ചു വന്ന ആളാണ്. മാതാപിതാക്കൾക്ക് കീഴടങ്ങി ജീവിച്ചു വന്ന ഒരാളായിട്ടാണ് യേശു കർത്താവിനെ നമുക്ക് തിരുവചനത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും വസിച്ചത് ഭൂമിയിൽ ആരിലാണെന്ന് ചോദിച്ചാൽ, ഇപ്രകാരം കന്യകയായ മറിയമിലൂടെ ഉരുവായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഉരുവായ ആത്മാവാകുന്ന മനുഷ്യനിലാണ്. മറിച്ച് യേശു കർത്താവ് ഒരു ജഡത്തിൽ വന്ന ജഡസ്വഭാവങ്ങൾക്കനുസരിച്ച് ജീവിച്ച, അല്ലെങ്കിൽ നിയമങ്ങൾ കൊണ്ട് ജഡസ്വഭാവങ്ങളെ നിയന്ത്രിച്ച് ജീവിച്ച ഒരാളല്ല. ദൈവനിയമത്തിൻ്റെ നീതി മാത്രമേ യേശു കർത്താവിൽ നിന്ന് പുറപ്പെടുകയുള്ളൂ. അതാണ് യേശു കർത്താവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത. യേശു കർത്താവിൻ്റെ പ്രസ്താവന നമുക്കറിയാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അതിൽ നമുക്ക് കാണാനായിട്ട് കഴിയും, ജഡത്താൽ ജനിച്ചത് ജഡം ആകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. 2 തരത്തിലുള്ള ജനനത്തെയാണ് യേശുക്രിസ്തു ഇവിടെ പരാമർശിക്കുന്നത്. ജഡത്താൽ ജനിച്ച ജഡം എന്ന് പറയുമ്പോൾ ആദാമിൻ്റെ സന്തതിയിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യരും ജഡത്തിൻ്റെ ഇടപെടലിലൂടെ ജനിക്കുന്നതാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അതായത് ലൈംഗിക ബന്ധത്തിലൂടെ. ഈ ലൈംഗിക ബന്ധം ദൈവം അനുവദിച്ചിട്ടുള്ളതാണ്. എന്നാൽ നാം ഒന്ന് മനസ്സിലാക്കുക, ലൈംഗിക ബന്ധം എന്നുള്ളത് ദൈവികമല്ല. കാരണം അത് ദൈവം സ്ഥാപിച്ചതല്ല. നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കുക എന്നുള്ള കൽപ്പന ലംഘനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു കാര്യം അവരിലേക്ക് വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ജഡത്താൽ ജനിച്ചത് ജഡം എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാവിനാൽ ജനിച്ച മറ്റൊരു സൃഷ്ടിയെയും ഇവിടെ തിരുവചനം പരിചയപ്പെടുത്തുന്നുണ്ട്. ഇനി യേശു കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 2ാമത് പറഞ്ഞ കാര്യമാണ് നിറവേറിയിട്ടുള്ളത്. അവിടുന്ന് ആത്മാവിനാൽ ജനിച്ച ഒരു ആത്മാവ് ആകുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മറിയയുടെ ഗർഭപാത്രത്തിൽ ഉരുവായ ഒരു മനുഷ്യനാണ് കർത്താവായ യേശുക്രിസ്തു. ജഡത്താൽ ജനിച്ച ജഡങ്ങൾക്ക് നിർദ്ദേശിച്ചിട്ടുള്ളതാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതായ അക്കാര്യം. എന്നാൽ ആത്മാവിനാൽ ജനിച്ച ആത്മാക്കൾക്ക് ഇത്തരമൊരു ശാരീരിക പ്രക്രിയയിൽ ഇടപെടുവാനുള്ള ശാരീരിക ഘടന ഉണ്ടായിരിക്കുന്നതല്ല. കാരണം അവരെ സംബന്ധിച്ചിട്ടുള്ള ലക്ഷ്യം വേറെയാണ്. അപ്പോൾ നാം ചിന്തിക്കും, മനുഷ്യർ വീണ്ടും ജനനം പ്രാപിച്ച് ഇപ്രകാരം ആത്മാവിനാൽ ജനിച്ച ആത്മാക്കളായിട്ട് മാറുന്നുണ്ടല്ലോ, പിന്നെ അവരെന്തിനാണ് ശാരീരികമായി ബന്ധപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, പുതിയ നിയമത്തിൽ സ്ത്രീയെ തൊടാതിരിക്കുന്നത് പുരുഷന് നല്ലത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതും നാം പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. സ്ത്രീയെ തൊടാതിരിക്കുന്നത് പുരുഷന് നല്ലത്. ഇനി പഴയ നിയമം നമ്മൾ വായിക്കുകയാണെങ്കിലോ, ശാരീരിക ബന്ധം എന്ന് പറയുന്നത് ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലായിരുന്നാലും ഒരു അശുദ്ധി കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു നിയമം അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നിയമം കൊണ്ട് അശുദ്ധിയാണെന്ന് കൽപ്പിച്ചിട്ടുള്ള ഏതൊരു കാര്യവും പൈശാചികമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്രകാരം ഒരു അവസ്ഥ, നിയമം കൊണ്ട് അശുദ്ധി കൽപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ യേശു കർത്താവില് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്
അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ഉത്തരം. ജഡത്താൽ ജനിച്ചത് ജഡമായി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആത്മാവിനാൽ ജനിച്ച ആത്മാവിന് ജീവിക്കുവാനുള്ള പാത മറ്റൊന്നാണ്. അതുകൊണ്ട് തന്നെയാണ് യേശു കർത്താവ് തന്നെ കേട്ടവരോട് ചോദിക്കുന്നത്, നിങ്ങളിൽ ആർ എനിക്ക് പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? പാപം അറിയാത്തവനായ, പാപം ചെയ്തിട്ടില്ലാത്ത, പാപം വസിച്ചിട്ടില്ലാത്ത യേശു ക്രിസ്തുവിൽ ഇപ്രകാരം ഒരു ശാരീരിക അവസ്ഥ ഉണ്ടായിരുന്നില്ല. മറിച്ച് നമുക്കറിയാം, ഏദനിൽ സൃഷ്ടിക്കപ്പെട്ട ആദാം ഹവ്വ ദമ്പതികൾക്ക് ഭക്ഷണം കഴിക്കുന്നതിനും മറ്റുമുള്ള കഴിവ് ഉണ്ടായിരുന്നു. എന്നാൽ പാപത്തിന് ശേഷമാണ് മറ്റു ചില കഴിവുകൾ അവരിലേക്ക് കടന്നു വരുവാനിടയായിട്ടുള്ളത്. അങ്ങനെ പാപത്തിൻ്റെ പാരമ്പര്യത്തിൽ ജനിച്ചിട്ടില്ലാത്ത കർത്താവായ യേശു ക്രിസ്തുവിൽ അങ്ങനെയുള്ള പാരമ്പര്യം കടന്നു വരിക എന്നുള്ളത് അസാധ്യമാണ്. അതിനാൽ തന്നെ നമ്മൾ മനസ്സിലാക്കുക, യേശു കർത്താവ് വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ അപ്പോസ്തലൻ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുള്ള റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ 8-ാം അധ്യായം നമ്മൾ വായിക്കണം. തിരുവചനത്തിലെ പുസ്തകങ്ങളുടെ ക്രമീകരണം തന്നെ വളരെ മനോഹരമായിട്ടാണ്. റോമർക്കെഴുതിയ ലേഖനം പ്രതിപാദിക്കുന്നത് യേശുക്രിസ്തു പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ വന്ന ഒരാളാണെന്നാണ്. അപ്പോൾ തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കൂ, ഇവിടെ ക്രിസ്തുവിൻ്റെ ശരീരപ്രകൃതിയെ ഉപമിക്കുകയാണ് ചെയ്യുന്നത്. ഉപമകളിലൂടെ അല്ലാതെ ദൈവം ഒന്നും അറിയിച്ചിട്ടില്ല. നമ്മുടെ കർത്താവും പാപപരിഹാരത്തെ സംബന്ധിച്ച് അവിടുത്തെ ക്രൂശ് മരണത്തിലൂടെ മനുഷ്യർക്ക് ലഭിക്കുന്ന പാപപരിഹാരം ഒരു ഉപമയിലൂടെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഉപമയിൽ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, അവിടുന്ന് പാപജഡത്തിൻ്റെ സാദൃശ്യത്തിൽ വന്നയാളാണ്, ഒരു പാപജഡത്തിലല്ല. പാപജഡത്തിൽ കാണുന്നതായിട്ടുള്ള ദൈവം നിയമങ്ങൾ കൊണ്ട് തടഞ്ഞിട്ടുള്ള യാതൊരു സ്വഭാവ സവിശേഷതകളും യേശു ക്രിസ്തുവിലില്ല. അതുകൊണ്ട് തന്നെയാണ് കാമമാകട്ടെ, ക്രോധമാകട്ടെ, നിരാശയാകട്ടെ, മോഹമാകട്ടെ യേശു ക്രിസ്തുവിൽ ഇല്ല. മോഹമുണ്ടാകുന്നത് പ്രത്യേക സന്ദർഭത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാമം മനുഷ്യൻ്റെ ഉള്ളിൽ രൂഢാമൂലമാണ്. ക്രോധം ഉണ്ട്, നിരാശ ഉണ്ട്. അത് കുഞ്ഞുനാൾ മുതലുള്ള ജീവിതം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവരിൽ കാമം രൂപപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ കാമത്തിൽ നിന്നാണ് മോഹമുണ്ടാകുന്നത്. എന്താണ് മോഹം? സ്വന്തമാക്കുവാനുള്ള ആഗ്രഹം. നിയമങ്ങൾക്ക് വിപരീതമായിട്ട് സ്വന്തമാക്കുവാനുള്ള ആഗ്രഹത്തെയാണ് നമ്മൾ മോഹമെന്ന് പറയുന്നത്. ഭക്ഷണം കഴിക്കുവാനുള്ളത് മോഹമല്ല, അത് ശരീരത്തിൻ്റെ ഒരു ആവശ്യമാണ്. ഈ ആഗ്രഹത്തെ അത് മോഷ്ടിച്ച് ഭക്ഷിക്കുക എന്നുള്ളതാകുമ്പോൾ പാപമായിട്ട് മാറുന്നു. അപ്പം നിയമം ലംഘിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തി അവിടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇനി എങ്ങനെയാണ് മോഹം ഉണ്ടാകുന്നത് ചോദിച്ചാൽ അതിനും തിരുവചനം വ്യക്തമായ ഉത്തരം നൽകുന്നുണ്ട്. ദാവീദിനെ ദൃഷ്ടാന്തമായിട്ട് പഴയ നിയമത്തിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ കൽപ്പനയുടെ കീഴിലായിരുന്ന ദാവീദിൻ്റെ ഉള്ളിൽ മോഹം ജനിച്ച ഒരു സന്ദർഭം അവിടെ വിവരിക്കുന്നുണ്ട്. അത് കൂടുതൽ ആഴത്തിൽ പഠിക്കുന്നവർക്ക് ദാവീദിൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന വഴിപോക്കനെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഈ വഴിപോക്കൻ വാസ്തവത്തിൽ എന്താണ്? പാപമാണ്, പിശാചാണ്, അല്ലെങ്കിൽ സാത്താനാണ്. എങ്ങനെയാണ് മോഹം ഉണ്ടാകുന്നത്? നമുക്കറിയാം, ദൈവം തൻ്റെ ലക്ഷ്യത്തിനായിട്ട് തിരഞ്ഞെടുത്ത ഇസ്രായേൽ ജനതയ്ക്ക് നൽകിയിട്ടുള്ളതാണ് ന്യായപ്രമാണം എന്നുള്ളത്. 600-ലധികം നിയമവ്യവസ്ഥകൾ അതിൽ ദൈവം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഭാഗമാണ് 10 കൽപ്പനകൾ. 10 കൽപ്പനകളുടെ അവസാനം കാണുന്നതാണ് യാതൊന്നും മോഹിക്കരുത് എന്നുള്ള കൽപ്പന. ഇങ്ങനെ ഒരു കൽപ്പന നൽകിയിരിക്കെ അങ്ങനെ ലഭിച്ചിട്ടുള്ള മനുഷ്യനിൽ മോഹം ഉണ്ടാകുവാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും പാടില്ല. കാരണം കൽപ്പനയുണ്ടല്ലോ. എന്നാൽ ഈ കൽപ്പന നിലനിൽക്കുമ്പോഴാണ് മനുഷ്യനിൽ മോഹം ഉണ്ടാകുന്നതെന്ന് പുതിയ നിയമം നമുക്ക് വെളിപ്പാട് തരുന്നുണ്ട്. അപ്പോസ്തലൻ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 7-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പാപമാണ് അവസരം ലഭിച്ചപ്പോൾ കൽപ്പനയുള്ളത് കൊണ്ട് എൻ്റെ ഉള്ളിൽ സകലവിധ മോഹവും ജനിപ്പിച്ചതെന്ന് തന്നെ ദൃഷ്ടാന്തീകരിച്ചുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ് നമുക്ക് പറഞ്ഞു തരികയാണ്. അതാണ് മനുഷ്യനിൽ വസിക്കുന്ന പാപമാണ്, അല്ലെങ്കിൽ പിശാചാണ്. അവസരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കൽപ്പനയെ നോക്കി മനുഷ്യൻ്റെ ഉള്ളിൽ മോഹം ജനിപ്പിച്ച് അവനെ മരണത്തിന് അടിമയാക്കി മാറ്റുന്നത്. ഇതാണ് പാപം മനുഷ്യനിൽ ചെയ്യുന്നത്. ഈ ഒരു കൽപ്പന നമ്മൾ നോക്കുകയാണെങ്കിലും ഒരിക്കലും
യേശു കർത്താവിൽ അവസരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിയമത്തിന് വിപരീതമായിട്ട് ഒരു മോഹം ജനിക്കുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ്? അവിടുന്ന് പാപമില്ല. മറ്റൊന്ന്, പിശാചിൻ്റെ തന്ത്രങ്ങളെ അറിയുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. പാപമില്ല. അതുകൊണ്ട് തന്നെ അവസരങ്ങളിൽ കൽപ്പനകൾ ഉള്ളപ്പോൾ മോഹം ജനിക്കുന്നില്ല. എന്നാൽ ഈ തത്വത്തിന് വിപരീതമായിട്ട് ജഡീക മോഹങ്ങൾ ഉണ്ടായിരുന്നു എന്നും അത് മരിപ്പിച്ചുകൊണ്ട് ജീവിച്ച ഒരു യേശുക്രിസ്തുവായിരുന്നു എന്നും പഠിപ്പിച്ചു വരുന്ന ക്രിസ്തീയ സമൂഹവും ഇവിടെയുണ്ട്. മനുഷ്യർക്ക് എന്താണ് ഇതിൽ നിന്ന് ആവശ്യമായിരിക്കുന്നത്? യേശു കർത്താവ് ആരാണെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. യേശു കർത്താവിൻ്റെ വ്യക്തിത്വം തിരിച്ചറിയുക എന്നുള്ളതാണ്. യേശു ക്രിസ്തു ആത്മാവിനാൽ ജനിച്ച ഒരു ആത്മാവായിരുന്നു. അതെ, ആത്മാവ് ദുഃഖിക്കാൻ പാടില്ല എന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ആത്മാവാകുന്ന മനുഷ്യൻ സങ്കടപ്പെടാൻ പാടില്ല എന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ആത്മാവ് പാപങ്ങൾക്ക് വിധേയപ്പെടാൻ പാടില്ല എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്രകാരം പുതിയ നിയമത്തിലൂടെ തിരുവചനം മനുഷ്യൻ്റെ പാപമോചനം ലക്ഷ്യം വെക്കുമ്പോൾ മനുഷ്യനെ ഒരു പുത്തൻ തലത്തിൽ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റിക്കൊണ്ടാണ് ദൈവം അവിടുത്തെ പദ്ധതി പൂർത്തീകരിക്കുന്നത്. അതായത് മനുഷ്യനിൽ വഞ്ചിക്കപ്പെട്ട ഒരു മനുഷ്യനുണ്ടെന്നും ആ മനുഷ്യനെ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിച്ച് നീക്കം ചെയ്യണമെന്നും പുതിയ നിയമം മനുഷ്യരെ പഠിപ്പിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം പറയുന്നത്, മനുഷ്യൻ ഇനി പാപത്തിന് അടിമയാകാതിരിക്കുവാൻ പാപശരീരത്തിന് നീക്കം വരണമെന്നാണ്. മനുഷ്യൻ വസിക്കുന്ന പാപശരീരത്തിന് നീക്കം വന്നാൽ മാത്രമേ മനുഷ്യൻ പാപത്തിന് അടിമയാകാതിരിക്കുകയുള്ളൂ. അതുകൊണ്ട് പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് ഓരോ മനുഷ്യനിലുമുള്ള പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കണം എന്ന് തിരുവചനം വിശ്വാസികളെ പഠിപ്പിക്കുന്നു. പഴയ മനുഷ്യൻ്റെ ക്രൂശിക്കപ്പെടൽ എങ്ങനെയാണ്? അത് ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടും കൂടി ക്രൂശിക്കുക എന്നുള്ള ഒരു നിയമമാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാണ് ക്രിസ്തുവിൻ്റെ നിയമം. അതായത് ക്രിസ്തുവിലൂടെ പാപമോചനം നേടുവാൻ ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യനും ക്രിസ്തുയേശുവിനോടൊപ്പം പാപജഡത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ട് അടക്കം ചെയ്യപ്പെട്ട് പുതു മനുഷ്യത്വത്തിലേക്ക് അവൻ കടന്നു വന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കേണ്ടതാണ്. ഇപ്രകാരമുള്ള വിശ്വാസത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് മാത്രമേ പാപത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കാതെ ഭൂമിയിൽ ജീവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്, വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതാണ് പാപം. മനുഷ്യൻ സ്വീകരിക്കുന്ന വിശ്വാസം ഒരു ഫലം പുറപ്പെടുവിക്കട്ടെ, അതായത് പാപം പുറപ്പെടുവിക്കാത്ത ഒരു ഫലം പുറപ്പെടുവിക്കട്ടെ എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് അവൻ ജീവിച്ചിരിക്കുന്നത് പാപജഡത്തിലാണ്. ഈ പാപജഡം അതിൻ്റെതായ പ്രവൃത്തികൾ ചെയ്ത് മനുഷ്യനെ മരണത്തിലേക്ക് നയിക്കുന്നു. അതായത് മോഹം മനുഷ്യനിൽ പാപം ജനിപ്പിക്കുമ്പോൾ, പാപം മനുഷ്യനിൽ മോഹം ജനിപ്പിക്കുമ്പോൾ മോഹം മുഴുത്തിട്ട് അത് വീണ്ടും ഒരു പ്രവൃത്തി ചെയ്യുന്ന വിധത്തിലേക്കുള്ള പാപമായി മാറുന്നു. അത് മനുഷ്യൻ്റെ ഉള്ളത്തിൽ സംഭവിച്ചതിന് ശേഷം മനുഷ്യനിൽ അത് ശാരീരികമായി സംഭവിക്കുമ്പോൾ അത് ഒരു പ്രവൃത്തിയായി മാറുകയും ആ പ്രവൃത്തി മനുഷ്യനെ മരണത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ മനുഷ്യനെ മരണത്തിൻ്റെ അടിമയാക്കി തീർക്കുന്നു. ഈ 3 വാക്യങ്ങളും നമ്മൾ കൂട്ടി യോജിപ്പിച്ച് നമുക്കിങ്ങനെ വായിക്കാം: പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു. മോഹം മുഴുത്തിട്ട് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. ഇനി ഒന്നുകൂടി ഞാൻ കൂട്ടിച്ചേർക്കാം. ഒരു മനുഷ്യൻ എങ്ങനെയാണ് പരീക്ഷയിൽ അകപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, മനുഷ്യൻ 2 വിധത്തിലുള്ള പരീക്ഷകളിലാണ് ഉൾപ്പെടുന്നത്. ഒന്ന് പാപത്തിൻ്റെ പരീക്ഷകൾ, മറ്റൊന്ന് കഷ്ടതയുടെ പരീക്ഷകൾ. പാപമൊഴികെ നമുക്ക് തുല്യമായി സർവ്വത്തിലും പരീക്ഷിക്കപ്പെട്ട ഒരു മഹാപുരോഹിതനാണ് നമുക്കുള്ളതെന്ന് വചനം പറയുമ്പോൾ, പാപം കൊണ്ടുവരുന്ന യാതൊരുവിധ പ്രലോഭനങ്ങളിലും യേശു ഉൾപ്പെടുവാൻ കഴിയുന്നതുമല്ല. കാരണം അങ്ങനെയൊരു പ്രകൃതം യേശുവിനില്ല. അതുകൊണ്ടാണ് പാപം ഒഴികെ എന്ന് പറഞ്ഞുകൊണ്ട് പാപത്തെ മാറ്റിവെക്കുന്നത്. എന്നാൽ യേശു കർത്താവ് മറ്റു പല വിധത്തിലും പീഡനം സഹിച്ചതായിട്ട്, പരീക്ഷ ഉൾപ്പെട്ടതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവിടുത്തെ ജീവിതം കടന്നു പോകുമ്പോൾ, അവിടുന്ന് പരസ്യ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നതിന് മുൻപും
കടന്നതിന് ശേഷവും എല്ലാം തന്നോടൊപ്പം ഉണ്ടായിരുന്ന മനുഷ്യരാൽ ഒരുപാട് പരീക്ഷകൾ അവിടുന്ന് അനുഭവിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. തിരുവചനം വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. വിവിധങ്ങളായിട്ടുള്ള കഷ്ടതയുടെ പരീക്ഷകളിൽ യേശു കടന്നുപോയി. അതൊന്നും അവിടുത്തെ തളർത്തിയില്ല. അവിടുന്ന് സന്തോഷത്തോടെ അതിൽ വിജയം വരിച്ചവനായിട്ട്, അതായത് കഷ്ടങ്ങൾ പഠിച്ച് തികഞ്ഞവനായി എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. ഈ തികവ് ക്രിസ്തുവിൻ്റെ പാപം കൂടാതെയുള്ള ജീവിതത്തിലെ തികവല്ല, മറിച്ച് കഷ്ടങ്ങൾ പഠിച്ച് തികഞ്ഞവനാകുക എന്നുള്ളതാണ്. പാപം അവിടുത്തെ സ്പർശിച്ചില്ല, പാപം അവിടുത്തെ കീഴടക്കിയില്ല. അതെ, ലോകത്തിൻ്റെ പ്രഭുവിന് അവിടുത്തോട് ഒരു കാര്യവുമില്ലാത്തത് കൊണ്ട് ആണ് യേശു കർത്താവ് കഷ്ടതയുടെ പരീക്ഷകളിൽ കൂടി കടന്നുപോയിക്കൊണ്ട് നമുക്കും മാർഗനിർദ്ദേശം നൽകുന്നത് നാമും അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട്, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിൽ കൂടിയും ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേ വിശ്വാസം പാപികളായ മനുഷ്യരെ പുതു സൃഷ്ടിയാക്കി മാറ്റിക്കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം നൽകുമ്പോൾ അത് മനുഷ്യനെ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതെ, ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവനായി ഒരു പാപശരീരത്തിൽ അക്ഷരീയമായി ജീവിക്കുക എന്നുള്ളത് ഒരു മനോഹരമായ കാര്യമാണ്. അത് ദൈവം മനുഷ്യർക്ക് അനുവദിച്ചിട്ടുള്ളതാണ്. മറിച്ച് മനുഷ്യന് ലഭിക്കുന്ന ദൈവസാദൃശ്യമുള്ള ശരീരത്തിൽ പാപമനസ്സുമായി ജീവിക്കുന്ന മനുഷ്യൻ ദൈവശിക്ഷയ്ക്ക് പാത്രമായി തീരും. അതാണ് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ മനുഷ്യരെല്ലാവരും ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടു എങ്കിലും അവർ പാപമനസ്സുമായി ജീവിക്കുന്നവരാണ്. എന്നാൽ ക്രിസ്തുവേശുവിലൂടെ ദൈവം മനുഷ്യനെ നോക്കിക്കാണുമ്പോൾ അവർ പാപശരീരത്തിലാണ് ജീവിക്കുന്നതെങ്കിലും അവർക്ക് ക്രിസ്തുവിൻ്റെ മനസ്സുണ്ടെന്നുള്ളതാണ് ദൈവത്തിൻ്റെ മുമ്പിലുള്ള നമ്മുടെ രക്ഷയ്ക്കുള്ള ഒരു മഹോന്നതമായിട്ടുള്ള മർമ്മം. അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം നേടുവാനായിട്ട് എൻ്റെ ഈ പ്രഭാഷണം കേൾക്കുന്ന എല്ലാവരെയും ഞാൻ ഉത്സാഹിപ്പിക്കുന്നു. നാം ഒന്ന് മനസ്സിലാക്കുക, അവിടുന്ന് ആത്മാവിനാൽ ജനിച്ച ആത്മാവായിരുന്നു. അത് നമുക്ക് ലഭിക്കുന്നത് ഇപ്രകാരമുള്ള വീണ്ടും ജനനത്തിലൂടെ ലഭിക്കുന്നത് ഒരു മനോഹരമായ പദവിയാണ്. വിശ്വാസത്താൽ ഇപ്രകാരമുള്ള ഒരു മാനസികാവസ്ഥയിൽ, അതായത് യേശുക്രിസ്തു ജീവിച്ചതിന് തുല്യമായി ജീവിക്കുമ്പോൾ അത് വലിയ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് യേശു കർത്താവ് ശിഷ്യന്മാർക്ക് ഉപദേശം കൊടുക്കുന്നതായിട്ടും കാണാനായിട്ട് കഴിയും. കർത്താവിനോട് കൂടെ മരിക്കുവാനും വീണ്ടും ജനനം പ്രാപിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ഒരു നല്ല ജീവിതം നയിച്ചുകൊണ്ട് യേശു ചെയ്തതിലും വലിയതായൊരു ജീവിതം ഭൂമിയിൽ ചെയ്യുവാനും യേശു വിശ്വാസികളെ ഉത്സാഹിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ നോക്കുക, യേശു കർത്താവ് മനുഷ്യൻ്റെതായ ഒരു ശരീരത്തിൽ വന്നില്ല. യേശു കർത്താവ് വന്നത് മനുഷ്യരോട് സാദൃശ്യമുള്ള ഒരു ശരീരത്തിലാണ്. ഈ ശരീരത്തിൽ പാപം അനുവദിച്ചിട്ടുള്ള ലൈംഗിക വികാരങ്ങളോ ലൈംഗിക ചേഷ്ടകളോ നിയമത്തിന് കീഴിലാണെങ്കിൽ പോലും അനുവദിക്കപ്പെട്ടിട്ടില്ല. കാരണം ഏത് വിധത്തിലുള്ള ശാരീരിക ബന്ധവും, സ്ത്രീയോടുള്ള ശാരീരിക ബന്ധവും അശുദ്ധി നിലനിൽക്കുന്ന ഒന്നാണെന്ന് കൽപ്പിച്ചിരിക്കുന്നത് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ബന്ധത്തിലൂടെയുള്ള കുടുംബജീവിതം എന്നുള്ളത് യേശു കർത്താവിനെ സംബന്ധിച്ചിട്ടുള്ള ലക്ഷ്യമല്ല. അവിടുത്തെ സംബന്ധിച്ചിട്ടുള്ള ലക്ഷ്യം ഒന്ന് മാത്രമാണ്, തന്നിൽ വിശ്വസിക്കുന്ന ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിച്ച് അവർക്ക് നിത്യജീവൻ നൽകുക എന്നുള്ളതാണ് യേശു കർത്താവിനെ സംബന്ധിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ ലക്ഷ്യം. ഞാൻ മുൻപ് പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ കൊച്ചു പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കട്ടെ. യഹോവ സകലവും തൻ്റെ ഉദ്ദേശ്യത്തിനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു, അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനെയും കൂടെ. അത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദുഷ്ടൻ്റെ പങ്കുകാരായി, പാപത്തിൻ്റെ പങ്കുകാരായി ഈ ഭൂമിയിൽ ജീവിച്ച് പാപത്തിൻ്റെ ശമ്പളമായ മരണം അനുഭവിക്കുവാൻ ആർക്കും ഇടയാകാതിരിക്കട്ടെ. ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തിലൂടെ അവർക്ക് നിത്യജീവൻ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതിനായിട്ട് നിങ്ങളെ ക്ഷണിക്കുകയും ചെയ്തുകൊണ്ട്, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ.
വിശ്വാസത്താൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ഭൂമിയിൽ പുതു സൃഷ്ടികളായി ജീവിക്കുവാൻ യേശു കർത്താവ് നമുക്ക് കാണിച്ചു തന്ന ക്രൂശ് മരണത്തിൻ്റെ മാർഗത്തിൽ നമുക്ക് ആശ്രയിക്കാം, വിശ്വസിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. എല്ലാവർക്കും ക്രിസ്തുയേശുവിലുള്ള എൻ്റെ സ്നേഹം നിറഞ്ഞ വന്ദനങ്ങൾ.